കരുനാഗപ്പള്ളിയിൽ CR മഹേഷിന് UDF സ്ഥാനാർത്ഥിക്ക് റിബൽ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വിശദാംശങ്ങളുമായി ഇതാ നമ്മൾക്കൊപ്പം ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഈ വിമത സ്ഥാനാർത്ഥി പ്രദേശത്തെ കോൺഗ്രസ് നേതാവാണോ? എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്? ബോബൻജി നാഥ് കോൺഗ്രസിലെ ഒരു സുപ്രധാനമായ ഒരു മുഖമാണ്. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിനെ, KSUവിനെ, അതുപോലെ കോൺഗ്രസിനെ നയിക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. ഈ കഴിഞ്ഞ കരുനാഗപ്പള്ളി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അവിടെ ജനറൽ വാർഡിൽ സീറ്റ് വേണമെന്ന് ആവശ്യം ഉന്നയിച്ചു. കാര്യം ഈ കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനമെന്ന് പറയുന്നത് സംവരണമായിരുന്നു, പട്ടികജാതി സംവരണമായിരുന്നു. പക്ഷെ അത് പട്ടികജാതി വാർഡിൽ ഒരാളെ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് വേറെ മറ്റ് സ്ഥലങ്ങളിൽ മുഴുവനും മറ്റ് സമുദായത്തിൽപ്പെട്ടവർക്കാണ് ചാൻസ് നൽകിയത്. ബോബൻജി നാഥ് കാലുപിടിച്ച് അപേക്ഷിച്ചിട്ടും CR മഹേഷ്, സ്ഥല MLA കൂടിയ CR മഹേഷ് അത് അംഗീകരിച്ചില്ലെന്നാണ് ബോബൻജി നാഥിന്റെ പക്ഷക്കാർ പറയുന്നത്. എന്താണെങ്കിലും ശരി, ബോബൻജി നാഥ് ഇപ്പോൾ ഇന്ന് പത്രിക ഭാര്യ അനിലുമായി ചേർന്ന് കരുനാഗപ്പള്ളിയിലെ അസിസ്റ്റന്റ് ഇതിന്റെ ഉപവരണാധികാരിയുടെ മുമ്പിൽ പത്രിക സമർപ്പിച്ചു. ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള നിലപാടിലാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് അവിടുത്തെ UDFന്റെ ചെയർമാൻ, കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം UDFന്റെ ചെയർമാനും ജില്ലാ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന KPCCയുടെ സെക്രട്ടറി കൂടി ആയിരിക്കുന്ന തൊടിയൂർ രാമചന്ദ്രൻ ഈ CR മഹേഷിനെതിരെ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് ഇയാൾ കടുത്ത പീഡനമാണ് നടത്തുന്നത് എന്ന് വരെ പരസ്യമായി പറഞ്ഞുകൊണ്ട് BJPയിലേക്ക് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ ഒരു കോൺഗ്രസ് പൊട്ടിത്തെറിയുടെ വക്കിലാണ്. പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ് പുറത്ത് പുകഞ്ഞു വരുന്നത്. അവിടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി താര മത്സരിക്കുകയും ചെയ്യുന്നു. BJPയുടെ സ്ഥാനാർത്ഥി ജിതിൻ ദേവാണ്. അവിടെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് രാജ്കുമാർ പറഞ്ഞതുപോലെ CR മഹേഷിന് UDFന്റെ സിറ്റിംഗ് സീറ്റിൽ CR മഹേഷ് MLAക്കെതിരെ അല്ലെങ്കിൽ CR മഹേഷിനെതിരെ ഒരു റിബൽ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഒരു കോൺഗ്രസ് റിബൽ വന്നിരിക്കുകയാണ്, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു.